ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന അടുത്ത ടോപ്പിക് ആണ് സറണ്ടർ ഓഫ് ഷെയർസ്. ഓക്കെ, എന്താണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി ബൈ ദ ഷെയർ ഹോൾഡർ ഈസ് കോൾഡ് സറണ്ടർ ഓഫ് ഷെയർസ്. എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡർ ഷെയർ വാങ്ങിയിട്ട് അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റാതാവുമ്പോൾ സ്വമേധയാൽ എന്ത് ചെയ്യുക, ആ കമ്പനിയിൽ നിന്നും ഷെയർസ് തിരിച്ചു നൽകാം. അതിനെയാണ് എന്താ പറയാ, വളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ്. അതായത് ഫോർഫീറ്റ് ഓഫ് ഷെയർസ് പോലെ തന്നെയാണ്. ഫോർഫീറ്റ് ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഷെയർ ഓർഡർ എന്ത് ചെയ്യണം, ഡ്യൂ ഡേറ്റ് ആയിട്ടും ഷെയർ ടൈം ഹോൾഡോ അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണിയോ അടയ്ക്കാതെ വരുമ്പോൾ കമ്പനി എന്ത് ചെയ്യണം, ആ ഷെയർസ് ക്യാൻസൽ ചെയ്യാം, അല്ലെ, അല്ലെങ്കിൽ ആ ഷെയർ ഓർഡറിന്റെ ഷെയർ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അതിനല്ലേ നമ്മൾ ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയാം. അതേപോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ കമ്പനി അല്ല ചെയ്യുക, ഷെയർ ഹോൾഡർ ആണ്. ഷെയർ ഹോൾഡർക്ക് തന്നെ തോന്നുകയാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അടയ്ക്കാൻ കഴിയില്ല എന്നുള്ള ഇത് വരുമ്പോൾ വളണ്ടറി സ്വമേധയാൽ എന്ത് ചെയ്യാണ്, റിട്ടേൺ ഓഫ് ഷെയർസ്, കമ്പനിക്ക് റിട്ടേൺ ഓഫ് ഷെയർസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്താ പറയാ, സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എഴുതിയത് നോക്കാം. ദ വളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ടു ദ കമ്പനി ബൈ ദ ഷെയർ ഓർഡർ ഈസ് കോൾഡ് സറണ്ടർ ഓഫ് ഷെയർസ്. ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് വിൽ ബി സെയിം ആസ് ദ ഫോർഫീച്ചർ. നമ്മൾ ഫോർഫീച്ചറിൽ എങ്ങനെയാണോ ജേർണൽസ് എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് വരിക സറണ്ടർ ഓഫ് ഷെയർസ്. ഓക്കെ, in the surrender, also the shareholder does not get back the amount already paid by him. അതായത് ഷെയർ ഹോൾഡർ ഷെയർ വാങ്ങി എമൗണ്ട് അടച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ അപ്ലിക്കേഷൻ അടച്ചിട്ടുണ്ടാവും, അലോട്ട്മെന്റ് അടച്ചിട്ടുണ്ടാവും. കോൾ മണി ആയപ്പോഴാവും അടയ്ക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് വളണ്ടറിൽ എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, ഷെയർ ഹോൾഡർ നിലവിൽ അടച്ചിട്ടുള്ള എമൗണ്ട് തിരിച്ചു കിട്ടില്ല. ഓക്കെ, അതാണ് പറയുന്നത്. നോട്ട് ഗെറ്റ് ബാക്ക് ദ എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ബൈ ഹിം. ഓൾറെഡി അടച്ചതൊന്നും എന്ത് ചെയ്യില്ല, തിരിച്ചു കിട്ടില്ല. എന്തെങ്കിലും കോമ്പൻസേഷൻ കമ്പനി കൊടുത്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അല്ലാതെ അടച്ച എമൗണ്ട് കിട്ടില്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ ഫോർഫീച്ചർ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കിയാലോ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർഫീച്ചർ ആൻഡ് സറണ്ടർ ഓഫ് ഷെയർസ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നു ഫോർഫീച്ചറിൽ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ കമ്പനി. അതായത് ഇത് കമ്പനിയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയാണ് ചെയ്യുന്നത്. ഓക്കെ, സറണ്ടർ ഓഫ് ഷെയർസിൽ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ ആണ്, അല്ലെ. അതായത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് പറഞ്ഞാൽ കമ്പനി അങ്ങോട്ട് ഷെയർ ഹോൾഡറിനോട് പറയാണ് നിങ്ങളുടെ ഷെയർസ് ക്യാൻസൽ ചെയ്യാണ് നിങ്ങൾ അടയ്ക്കാത്തത് കൊണ്ട്. സറണ്ടർ ഓഫ് ഷെയർസ് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഷെയർ ഹോൾഡർ തന്നെ അങ്ങോട്ട് പറയാണ് ഞാൻ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഒന്ന് കമ്പനിയാണ് ചെയ്യുന്നത്, ഒന്ന് ഷെയർ ഹോൾഡർ ആണ്. അടുത്തത് ഇറ്റ് ഈസ് കാരിഡ് ഔട്ട് ബൈ ഡയറക്ടേഴ്സ്. മറ്റത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ബിൽ. അതായത് ഡയറക്ടേഴ്സ് എന്ന കാര്യങ്ങൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് കാരിഡ് ഔട്ട് ചെയ്യുക, മറ്റത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവര് അവരുടെ അടയ്ക്കാനുള്ള ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യണോ ഇല്ലയോ നമുക്ക് തീരുമാനിക്കാം. അടുത്ത ഫോർഫീച്ചർ ഓഫ് ഷെയർസിൽ വെൻ ദ ഷെയർ ഹോൾഡർ ഫെയിൽ ടു പേ അലോട്ട്മെന്റ് ഓർ കോൾ മണി ദെൻ ഫോർഫീച്ചർ കമ്പൽസറി. അതായത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് കമ്പനിയിൽ ഷെയർ ഹോൾഡർ അലോട്ട്മെന്റ് മണിയോ കോൾ മണിയോ അടയ്ക്കാതെ വന്നാൽ അവിടെ കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അവരുടെ ഷെയർ ക്യാൻസൽ ചെയ്യണം, ഫോർഫീറ്റ് ചെയ്യണം. അത് കമ്പൽസറി ആണ്. എന്നാൽ സറണ്ടർ ഓഫ് ഷെയർസ് കമ്പൽസറി അല്ല. ഇപ്പൊ ഷെയർ ഹോൾഡർക്ക് മുൻകൂട്ടി അടയ്ക്കാൻ കഴിയില്ല അറിയുകയാണെങ്കിൽ അയാൾക്ക് ആരെങ്കിലും കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, പൈസ കളക്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അടയ്ക്കാൻ നോക്കാം. ഓക്കെ, അവിടെ ഒരിക്കലും കമ്പൽസറി അല്ല, അവിടെ സ്വമേധയാൽ തീരുമാനം എടുക്കുകയാണ് ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്. മറ്റത് അടയ്ക്കാൻ കഴിയാതെ ആവുമ്പോൾ, ഡേറ്റ് കഴിഞ്ഞിട്ട് അടയ്ക്കാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കമ്പൽസറി ആണ്, സറണ്ടർ ഓഫ് ഷെയർസ് കമ്പൽസറി അല്ല. ദ ഡയറക്ടേഴ്സ് ഫോർഫീറ്റ് ദ ഷെയർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഡയറക്ടേഴ്സ് ആണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ എന്ത് ചെയ്യുന്നത്, ഫോർഫീറ്റ് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയറിൽ. എന്നാൽ സറണ്ടർ ഓഫ് ഷെയർസിൽ ദ ഷെയർസ് ആർ റിട്ടേൺ ടു ദ കമ്പനി ബൈ ദ ഷെയർ. കമ്പനിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിനാണ് റിട്ടേൺ ചെയ്യുന്നത്. എന്താ, ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അടുത്തത് ഫോർഫീച്ചർ റൂൾസ് ആർ മെൻഷൻ ഇൻ ടേബിൾ എ. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കുറെ ടേബിൾസ് പറയുന്നുണ്ട്. അപ്പൊ ടേബിൾ എയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർഫീച്ചറിന്റെ റൂളുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
എന്നാൽ സറണ്ടർ ഓഫ് ഷെയർസ് അങ്ങനെ ടാബിൾ ചെയ്യാൻ എന്ത് ചെയ്തിട്ടില്ല, റൂളുകളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായല്ലോ, എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർ സറണ്ടർ ഓഫ് ഷെയർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചേർഡ് ഷെയർസ്. നമ്മളിപ്പോ ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്താന്ന് പഠിച്ചു അല്ലെ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർ ഫോർഫീറ്റ് ഓഫ് ഷെയർസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അനോൾമെന്റ് ഓഫ് ഫോർഫീച്ചർ, അതായത് ഷെയർ ഓർഡർ വീണ്ടും അടയ്ക്കാം, ഞാൻ വില്ലിങ് ഉണ്ട് എന്ന് പറഞ്ഞു വന്നിട്ട് അയാളെ വീണ്ടും ഷെയർ ഓർഡർ ആയിട്ട് എടുക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലെ? ഇനി പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അതാണ്, എക്സാമിൽ പലപ്പോഴും കാണുന്ന ഒരു ഭാഗമാണ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചേർഡ് ഷെയർസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ്, അതായത് ഷെയർ ഓർഡർ അടയ്ക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഷെയർ എന്ത് ചെയ്യും? നമ്മൾ ഫോർഫീറ്റ് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ക്യാൻസൽ ചെയ്ത ഷെയർസ് കമ്പനിക്ക് എന്ത് ചെയ്യും? ക്യാപിറ്റൽ കുറയല്ലേ ക്യാൻസൽ ചെയ്യുമ്പോ? ഓക്കെ, ബാങ്കിൽ ക്യാഷ് കുറയാണ് അല്ലെ? അപ്പോ കമ്പനി എന്ത് ചെയ്യും? അത് റീഇഷ്യൂ ചെയ്യും, അതായത് വീണ്ടും വേറെ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഷെയർസ് വാങ്ങാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് ഇഷ്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർഡ് ഷെയർസ് എന്ന് പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, കമ്പനി മേ റീ ഇഷ്യൂ ഫോർഫീച്ചർഡ് ഷെയർസ് അറ്റ് എനി ടൈം ഇറ്റ് ലൈക്ക്, അതായത് ഏത് സമയത്ത് വേണേലും കമ്പനിക്ക് എന്ത് ചെയ്യാം? ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് റീ ഇഷ്യൂ ചെയ്യാം. If the articles of association permit, the company can reissue the forfeited shares a par at a premium or at a discount, but the discount on reissue should not exceed the amount forfeited. Okay. പിന്നെ പറയുന്നതാണ് എന്ത്? എമൗണ്ട് ക്രെഡിറ്റഡ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ഫോർഫീച്ചർ. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും ഫോർഫീറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യാം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് എന്ത് ചെയ്യാം? പാറിനോ പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ എന്തിനു വേണമെങ്കിലും എന്ത് ചെയ്യാം? റീഇഷ്യൂ ചെയ്യാം. അതായത് കമ്പനി ആദ്യം ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ പാറിനാവും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം. അത് എന്നിട്ട് അടയ്ക്കാതെ വരുമ്പോ എത്ര ഷെയർസ് ആണ് അത് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് വീണ്ടും റീഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് വേണമെങ്കിൽ പാറിന് തന്നെ ചെയ്യണമെന്നില്ല. പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ഒക്കെ എന്ത് ചെയ്യാവുന്നതാണ്? റീഇഷ്യൂ ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോർഫീറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല എന്നാണ്. ഷുഡ് നോട്ട് എക്സീഡ് ദ എമൗണ്ട് ഫോർഫീറ്റഡ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കുക. റീഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഫീറ്റ് ചെയ്ത ഷെയർസിനെ വീണ്ടും ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റീഇഷ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ റീഇഷ്യൂ ചെയ്യുമ്പോൾ പാറിനോ പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ഏതിനും വേണമെങ്കിലും ഏത് തരം നമുക്ക് റീഇഷ്യൂ ചെയ്യാം. എന്താണ് പാറ് പ്രീമിയം ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ? അതായത് 10 രൂപ ഓൾറെഡി ഇഷ്യൂ ചെയ്തു, അത് ക്യാൻസൽ ചെയ്തു, ഫോർഫീറ്റ് ചെയ്തു, എന്നിട്ട് റീഇഷ്യൂ ചെയ്യുമ്പോഴും 10 രൂപയ്ക്ക് തന്നെ ആണെങ്കിൽ അത് പാറിനാണ്. അല്ല 12 രൂപയ്ക്കാണെങ്കിലോ പ്രീമിയത്തിനാണ്. ഇനി 9 രൂപയ്ക്കാണെങ്കിലോ അത് ഡിസ്കൗണ്ടിനായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? റീഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രീസ് വരിക? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനലി ഇഷ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്തത്, നിലവിൽ കമ്പനി ഇഷ്യൂ ചെയ്തത് പാറിനാണ്. എന്നാൽ റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ എങ്ങനെ? അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ എങ്ങനെ? അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യുന്നത് പാറിന് തന്നെ ആണെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ജനറൽ ആയിട്ട് വരുന്ന ജേണൽ എൻട്രി ഇതാണ്. ഓക്കെ, ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ഇല്ലേലും വരുന്നത്, അതായത് ഫസ്റ്റത്തെ കേസ് നോക്കാം. ജേണൽ എൻട്രി ഓൺ റീ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. ഓക്കെ, അതായത് പാറിന് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഒറിജിനലി ചിലപ്പോ പാറിനാവും അല്ലെങ്കിൽ പ്രീമിയത്തിനാവും. 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 12, എപ്പോഴും 10 12 തന്നെ വരണം എന്നില്ല കേട്ടോ, എക്സാമ്പിൾ പറയുക.
പാർ വാല്യൂ 10 ആയിട്ടോ അല്ലെങ്കിൽ 12 ആയിട്ടോ ആയിരിക്കും ആദ്യം കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ റീഇഷ്യൂ ചെയ്യുന്നത് എത്രയാ? പാറിനായിട്ടാണ്. അതായത് 10 രൂപയ്ക്ക് തന്നെ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി ക്യാഷ് ഓർ ബാങ്ക് വേണ്ട, നമ്മൾ ബാങ്കിൽ നിന്ന് പഠിച്ചാൽ മതി. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് ബാങ്ക് ഡെബിറ്റിൽ വരുന്നത്? അതായത് റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ബാങ്കിൽ അസറ്റ് അല്ലെ, ബാങ്ക് അസറ്റ് ആണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ക്യാഷ് കിട്ടുമ്പോൾ ഡെബിറ്റ് അല്ലേ ചെയ്യുക. നമ്മൾ അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ ബാങ്കിന് ഡെബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ബാങ്ക് ഡെബിറ്റ് വന്നത്. ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് വരാൻ കാരണം ഇവിടെ ക്യാപിറ്റലും കൂടുകയാണ്. ലാബിലിറ്റി ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെയല്ലേ റൂള്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ അവിടെ എമൗണ്ട് റിസീവ്ഡ് എത്രയാണോ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് അതാണ് ബാങ്ക് അക്കൗണ്ടിൽ വരിക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അവിടെ പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണോ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് അതാണ് എന്തിൽ വരിക? ഷെയർ ക്യാപിറ്റലിൽ വരിക. ഇനി രണ്ടാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കാം. രണ്ടാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിനാണ് എന്ത് ചെയ്യുന്നത്? റീഇഷ്യൂ ചെയ്യുന്നത്. ഒറിജിനലി പാറിനോ പ്രീമിയത്തിനോ ആയിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്. അങ്ങനെയാണെങ്കിൽ മുന്നേ പറഞ്ഞ ജേണൽ എൻട്രിയിൽ തന്നെ അഡീഷണൽ വരും. അപ്പൊ ആ ബേസിക് ആയി ജേണൽ എൻട്രി മനസ്സിലാക്കി വെക്കുക. അതായത് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ തന്നെ വരും. അതിന്റെ ഇടയിൽ ഡെബിറ്റിൽ എന്ത് വരും? ഷെയർ ഫോർ ഫീച്ചർഡ് അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ അവിടെ എമൗണ്ട് എത്രയാണോ നമുക്ക് കിട്ടിയത് അതാണ് കാണിക്കാൻ റീഇഷ്യൂ ചെയ്തപ്പോ. ഫോർ ഫീച്ചർഡ് അക്കൗണ്ട് ഡെപ്റ്ററിൽ ഡിസ്കൗണ്ട്, അതായത് ഡിസ്കൗണ്ടിനാണല്ലോ ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ എത്ര രൂപയാണ് ഡിസ്കൗണ്ട് വന്നത് അല്ലെങ്കിൽ ലോസ് വന്നത്? അതായത് നിലവിലുള്ള പൈസനേക്കാൾ കുറവില് കൊടുക്കല് ചെയ്യുന്നത്. അപ്പൊ ലോസ് അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്തപ്പോ വന്ന ലോസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ആണ് എന്തിൽ വരിക? ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ വരിക. ഷെയർ പെയ്ഡ് അപ്പ്, പെയ്ഡ് അപ്പ് അതായത് എത്രയാണോ പെയ്ഡ് അപ്പ് വാല്യൂ ക്രെഡിറ്റ് ആയത് അതാണ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസ് ഡിസ്കൗണ്ട് ആയിരുന്നു. ഒന്നാമത്തെ പാറ, രണ്ടാമത്തെ ഡിസ്കൗണ്ട്. ഇനി മൂന്നാമത്തത് റീഇഷ്യൂ, അതായത് റീഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം. ഒറിജിനലി പാറിലോ പ്രീമിയത്തിലോ ആണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതായത് കമ്പനി ആദ്യം പാറിലോ പ്രീമിയത്തിലോ ആയിരിക്കും, വീണ്ടും റീഇഷ്യൂ പാറിന് ഇഷ്യൂ ചെയ്താണെങ്കിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ആണെങ്കിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലുള്ള പ്രീമിയത്തിൽ ഇഷ്യൂ ആണെങ്കിലോ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത് സെക്യൂരിറ്റി പ്രീമിയം വരും അല്ലെ. അതായത് സാധാരണ നമ്മൾ പഠിച്ച ജേണലിന്റെ എന്താ? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതില് ക്രെഡിറ്റ് സൈഡില് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും കൂടി വരും. ഓക്കെ, ഇതാണ് മൂന്ന് ജേണൽ എൻട്രീസ്. ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് റിസീവ് ചെയ്ത് എത്രയാണോ അത് വരും. റീച്ച് ചെയ്തപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ പെയ്ഡ് അപ്പ് ആയിട്ടുള്ള എത്രയാണോ ഷെയർ അതാണ് വരിക. സെക്യൂരിറ്റി പ്രീമിയമിൽ എത്രയാണോ പ്രീമിയത്തിന്റെ എമൗണ്ട് അതാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരിക. അപ്പോ ഒറിജിനലി പാറിനോ പ്രീമിയത്തിനോ ആയിക്കോട്ടെ, ഒറിജിനലി നമ്മൾ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യില്ല അല്ലെ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ കമ്പനി ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം ഇപ്പോൾ ഡിസ്കൗണ്ടിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പാറിനോ പ്രീമിയത്തിനോ എന്ന് മാത്രം പറയുന്നത്. ഒറിജിനലി അറ്റ് പാർ ഓർ പ്രീമിയം. കമ്പനി ആദ്യം പാറിനോ പ്രീമിയത്തിനോ ആയിക്കോട്ടെ ഇഷ്യൂ ചെയ്യുന്നത്, റീഇഷ്യൂ ചെയ്യുന്നത് പാറിനാണെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കണം. റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ, റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ട് വരുന്നത് പാറിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ്പ് ടു ഷെയർ ക്യാപിറ്റൽ. ഡിസ്കൗണ്ട് ആകുമ്പോൾ ഡെബിറ്റിൽ എന്തും കൂടി വരും? ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് വരും. പ്രീമിയം ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് വരും. ഓക്കെ, ഇതാണ് ജേണൽ എൻട്രി. അപ്പൊ ഇതാണ് പഠിക്കേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തും കൂടി വരും? ട്രീറ്റ്മെന്റ് ഓഫ് ബാലൻസിങ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. അതായത് നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയർ ആണ് റീഇഷ്യൂ ചെയ്തത് ആണല്ലോ അല്ലെ. അങ്ങനെ ഫോർഫീറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാലൻസിങ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, അതായത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. അതായത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ ഒരു ഷെയർ ഹോൾഡർ നിലവിൽ അടച്ചത് വരെയുള്ളത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റിയല്ലോ. എന്നിട്ട് അടയ്ക്കാത്തതിന് നമ്മൾ ക്യാൻസൽ ചെയ്യാണ് ചെയ്യാം. അതാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് അല്ലെ.
അപ്പൊ ഓൾറെഡി നമ്മൾ അടച്ച തുക ഫോർഫീച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു പ്രോഫിറ്റ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ. അപ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. പ്രോഫിറ്റ് കിട്ടിയ റിസർവ് ആക്കി വെക്കില്ലേ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പൊ അതിന്റെ ജേണൽ എൻട്രിയാണ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് അഫ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ. ഇതെല്ലാ റേഷ്യോയിലും വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. പാറിനും പ്രീമിയത്തിനും ഡിസ്കൗണ്ടിനൊക്കെ ചെയ്ത് നേരത്തെ പറഞ്ഞ ജേണൽ എൻട്രി വെച്ച് അതിന്റെ എമൗണ്ട് എഴുതും. അതിനുശേഷം ഈ ജേണൽ എൻട്രി കൂടി വരണം. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ടു ഷെയർ റിസർവ്, ക്യാപിറ്റൽ റിസർവ്. ലോസ് വരികയാണെങ്കിലാണ്, അല്ലെങ്കിൽ ബാലൻസ് ആയി പോവുകയാണെങ്കിൽ മാത്രം ജേണൽ എൻട്രി ചെയ്തിട്ടില്ല. എല്ലാം നമുക്ക് ബാലൻസ് ഉണ്ട് എന്നുണ്ടാവുമ്പോൾ ഈ ജേണൽ എൻട്രി മസ്റ്റ് ആണ്. റിസർവിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രി ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് നമ്മൾ റിസർവ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രി ആണ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ റിസർവ്, സോറി, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാവും. നമുക്ക് പ്രോബ്ലം ഇഷ്യൂന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഇഷ്യൂ ഫോർഫീച്ചർ ഷെയർസ് ഫുള്ളി കോൾഡ് അപ്പ് അറ്റ് പാറിനാണ് റീഇഷ്യൂ ചെയ്തത്. ഓക്കെ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ആൽഫ ലിമിറ്റഡ് ഫോർഫീച്ചർ 600 equity shares of rupees 10 each fully called up for non-payment of final call money of rupees 4 per share. അതായത് ആൽഫ ലിമിറ്റഡ് 600 ഇക്വിറ്റി ഷെയർസ്, 10 രൂപ വിലയുള്ള 600 ഇക്വിറ്റി ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. എന്തുകൊണ്ട്? നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ മണി. അതായത് ഫൈനൽ കോൾ മണി 4 രൂപയായിട്ടുള്ള ഫൈനൽ കോൾ മണി അടയ്ക്കാത്തത് കൊണ്ട് കമ്പനി എന്ത് ചെയ്തു? 600 ഇക്വിറ്റി ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. വിളിച്ചെണ്ണു, എല്ലാ ഷെയർസും വിളിച്ചെണ്ണു, പക്ഷെ ഫൈനൽ കോൾ അടച്ചില്ല. അതുകൊണ്ട് ആ ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. These shares were reissued for 10 per share as fully paid up. ഈ ഫോർഫിറ്റ് ചെയ്ത 600 ഷെയർസ് നമ്മൾ എന്ത് ചെയ്തു? ഫുള്ളി റീഇഷ്യൂ ചെയ്തു. ഓക്കെ. മൊത്തത്തിൽ നമ്മൾ വീണ്ടും ഒരു 10 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു. അപ്പൊ മനസ്സിലാക്കുക, മുന്നേ 10 രൂപയ്ക്കാണ് അല്ലെ ഇഷ്യൂ ചെയ്തത്. അത് ഫോർഫിറ്റ് ചെയ്തിട്ട് വീണ്ടും റീഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപയ്ക്ക് തന്നെയാണ്? 10-നാണ്. അതായത് ഒറിജിനലി ഇഷ്യൂ ചെയ്തത് 6 റീഇഷ്യൂ ചെയ്യുന്നതും 6-ലാണ്. ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ജേണൽ എങ്ങനെ എഴുതാം? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ റീഇഷ്യൂന്റെ ജേണൽ മാത്രമല്ല എഴുതുക, ആദ്യം എഴുതേണ്ടത് ഫോർഫീറ്റ് ചെയ്തതിന്റെയാണ്. ഓക്കെ. കമ്പനി ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര ഷെയർസ്, ഇത്ര രൂപ അടയ്ക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഫോർഫീറ്റ് ഓഫ് ഷെയർസിന്റെ ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. അതിനുശേഷമാണ് റീഇഷ്യൂന്റെ ജേണൽ എൻട്രി വരിക. അതിനുശേഷം നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രിയും എഴുതാം. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. അപ്പൊ ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഫോർഫീറ്റ് ചെയ്യുന്നതാണ്. എന്താണ് ഫോർഫീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി വരിക? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ആണല്ലോ. ഇങ്ങനെയല്ലേ ഇതിന്റെ ജേണൽ എൻട്രി വരിക? ഫോർഫീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി എനിക്ക് പഠിച്ച് നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതാ എമൗണ്ട് എടുക്കുക? അതായത് കോൾഡ് അപ്പ്, മൊത്തം എത്ര വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആൽഫ ലിമിറ്റഡ് ഫുള്ളി കോൾഡ് അപ്പ്, മൊത്തത്തിൽ വിളിച്ചിട്ടുണ്ട്, എല്ലാം വിളിച്ചിട്ടുണ്ട്. അതായത് ഫൈനൽ കോൾ അടയ്ക്കാത്തത് കൊണ്ടാണ് ഫോർഫീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ എത്ര ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്തത്? 600. 600 ഇൻറ്റു മൊത്തം വിളിച്ചിട്ടുണ്ട് കാരണം 10 രൂപയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ 600 ഇൻറ്റു 10 6000 ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ക്രെഡിറ്റിൽ ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, അതായത് നിലവിൽ ആ വ്യക്തി എത്ര അടച്ചിട്ടുണ്ട്, അതായത് ഫൈനൽ കോൾ ആയിട്ടുള്ള 4 രൂപ അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 10-ൽ 4-ആണ് അടയ്ക്കാത്തത്. അപ്പൊ ബാക്കി അടച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ അർത്ഥം? അപ്ലിക്കേഷൻ ആയിട്ട് അലോട്ട്മെന്റ് ആയിട്ടും ബാക്കി അടച്ചിട്ടുണ്ടാവും. അപ്പോ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് 600 ഇൻറ്റു 6. ഓക്കെ. ക്രെഡിറ്റ് സൈഡിൽ 3600 എഴുതും. മനസ്സിലായല്ലോ? അത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലെ എമൗണ്ട് എത്ര നിലവിൽ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പൊ 4-ആണ് അടയ്ക്കാത്തത് 10-ൽ, അപ്പൊ ബാക്കി 6 ആയിരിക്കും അടച്ചത് അല്ലെ? അപ്പൊ 600 ഇൻറ്റു 6 3600. അടുത്തത് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്.
ഷെയർ ഫൈനൽ കോൾ ആണ് അടയ്ക്കാത്തത്. എത്ര രൂപ? 4 രൂപയാണ് അടയ്ക്കാത്തത്. അപ്പൊ 600 ഇൻറ്റു 4 2400. മനസ്സിലായല്ലോ? ഇതാണ് ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ഓക്കെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് റീഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രി. അപ്പൊ റീഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രി എന്താ? കറക്റ്റ് പാറിനാണ്. ഓക്കെ, പാറിനാണെങ്കിൽ എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ, ഇക്വിറ്റി ഷെയർ. ഇവിടെ ഇക്വിറ്റി ഷെയർ ആണ്, അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ എഴുതുന്നുള്ളൂ കേട്ടോ. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് എത്ര വരിക? അതായത് റീഇഷ്യൂ ചെയ്തത് 10 രൂപയ്ക്ക് തന്നെയാണ് ഫുള്ളി, അതായത് മൊത്തം എമൗണ്ടും മൊത്തം ഷെയർസും 600 എന്ന് പറയുന്നത് ദീസ് ഷെയർസ് 600 ഷെയർസും 10 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു എന്നാണ്. അപ്പൊ 600 ഇൻറ്റു 10 6000 അല്ലേ വരിക? ഓക്കെ, അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ 600 ഇൻറ്റു 10 എത്രയാണ് നമുക്ക് കിട്ടിയത്? 6000 രൂപ. എത്രയാണ് വിളിച്ചത്? 10 വിളിച്ചെന്നു. അപ്പൊ 600 ഇൻറ്റു 10 6000. അതാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ 6000. ഓക്കെ, അപ്പൊ റേഷ്യോ 600 ഷെയർസ്. ആദ്യം ഷെയർ ഫോർഫീറ്റ് ചെയ്തത് നമ്മൾ എഴുതി, അതിനുശേഷം ആ ഷെയർസ് വീണ്ടും റീഇഷ്യൂ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ജനറൽ ആയിട്ട് എഴുതിയിട്ടുള്ളത്. പാറിനായതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ടു ഷെയർ ക്യാപിറ്റൽ അത്രേ വരുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എന്താ? അതായത് ഫോർഫീറ്റ് ചെയ്ത ഷെയറിന് നമ്മൾ എന്ത് ചെയ്യണം? റിസർവിലേക്ക് മാറ്റണം. പ്രോഫിറ്റ് ആണ് മാറ്റണം. അപ്പൊ അതാണ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് അപ്റ്റർ. അതായത് നമ്മൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് ജേണൽ എൻട്രി ഉണ്ടല്ലോ, ഇതിൽ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് 600 ഇൻറ്റു 6 എഴുതിയിട്ട് കാണിച്ചിട്ടില്ലേ? അതായത് നമ്മൾ ഫോർഫീറ്റ് ചെയ്തു, ഇത്രയാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് കിട്ടിയ പൈസയാണിത്. ഓക്കെ, 600 ഇൻറ്റു 6 6 രൂപ അടച്ചിട്ടുണ്ട്. ഇതാണ് 3600 രൂപ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? റിസർവിലേക്ക് മാറ്റണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് 600 ഇൻറ്റു 6 3600 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആയതുകൊണ്ട് റിസർവിലേക്ക് മാറ്റണം. ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 3600. ഓക്കെ, ഇതാണ് പാറിന്റെ ജേണൽ, സോറി, പ്രോബ്ലം. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് പ്രീമിയത്തിന് വരുമ്പോ എന്താണ് മാറ്റം നോക്കിയാലോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. റേഷ്യോ ഫോർഫീച്ചർ ഷെയർസ് അറ്റ് പ്രീമിയം. ക്വസ്റ്റ്യനിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയില്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കണം ഇത് പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ പാറാണോ എന്നുള്ളത് കേട്ടോ. ആൽഫ ലിമിറ്റഡ് forfeited 600 equity shares of 10 each, fully called up for non-payment of final call money for per share. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ. 200 രൂപയുടെ ഷെയർസ്, 10 രൂപ വരെയുള്ള 600 രൂപയുടെ ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. കാരണം ഫൈനൽ കോൾ 4 രൂപ അടച്ചിട്ടില്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ 10-ന് 4 അടച്ചിട്ടില്ല. ഓക്കെ, ദീസ് ഷെയർസ് വേർ റീഇഷ്യൂഡ് ഫോർ 12 per share. ഓക്കെ, ഇൻക്ലൂഡിങ് പ്രീമിയം ടു. അതായത് ഈ ഷെയർസ് നമ്മൾ റീഇഷ്യൂ ചെയ്തു 12 രൂപയ്ക്ക്. അപ്പൊ മനസ്സിലാക്കുക, മുന്നേ 10 രൂപയ്ക്കായിരുന്നു, പാറിനായിരുന്നു. ഇപ്പൊ അതെന്തിനാണ്? പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്, റീഇഷ്യൂ ചെയ്യുന്നത്. അവിടെ ഇൻക്ലൂഡിങ് രണ്ട് പ്രീമിയം ആണെന്ന് പറയുന്നത്. ആ ഫുള്ളി പെയ്ഡ്, ഫുള്ളി എല്ലാം പെയ്ഡ് ആണ്, മേടിച്ചു. അപ്പൊ ഗീവ് ജേണൽ എൻട്രി ഫോർ ഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഷെയർസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി വരിക? ഇവിടെ ഫോർഫീറ്റ് ചെയ്യുന്നത് പാറിനാണല്ലോ, അത് സെയിം ജേണൽ എൻട്രി ആണ്, നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെ. ഓക്കെ, അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 610 അല്ലെ, പുള്ളി വിളിച്ചല്ലോ, 600 ഇൻറ്റു 10 6000. ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, വിളിച്ചതിൽ എത്ര അടച്ചിട്ടുണ്ട്? അതായത് 4 രൂപ ഫൈനലിൽ അടച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ബാക്കി 6 രൂപ അടച്ചിട്ടുണ്ടാവും. അപ്പൊ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ 600 ഇൻറ്റു 6 3600 അടയ്ക്കാത്തത്. അതായത് ഫൈനൽ കോളാണ് അടയ്ക്കാത്തത് 4 രൂപ. 600 ഇൻറ്റു 4 2000. സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി റീഇഷ്യൂ ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രീമിയം ആണെന്ന് പറയുന്നത്. അപ്പൊ ജേണൽ എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ആണല്ലോ. അതില് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ, ബാങ്ക് അക്കൗണ്ട് അപ്റ്ററിൽ നമുക്ക് മൊത്തം എത്ര രൂപയാണ് കിട്ടിയത്? അതായത് 600 ഷെയർസ് റീഇഷ്യൂ ചെയ്തു 12 രൂപയ്ക്ക്. അപ്പൊ 600 ഇൻറ്റു 12 നമുക്ക് കിട്ടി അല്ലെ? 600 ഇൻറ്റു 12 7200. ഓക്കെ, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ പ്രീമിയം വരുന്നത് കൊണ്ട് തന്നെ 600 ഇൻറ്റു 10 കാണിച്ചാൽ മതി. പ്രീമിയത്തിന് നമ്മൾ വേറെ 2 എടുത്ത് വേറെ കാണിക്കണം. ഓക്കെ, അപ്പൊ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് പെയ്ഡപ്പ്? അതായത് മൊത്തം പെയ്ഡപ്പ് ആണ്. അപ്പൊ 600 ഇൻറ്റു 10, 600 ഇൻറ്റു 12 ആണ് ശരിക്ക്. പ്രീമിയത്തിന് നമ്മൾ വേറെ കാണിക്കുന്നത് 2. അതുകൊണ്ടാണ് 600 ഇൻറ്റു 10 6000.
പിന്നെ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 600 ഇൻറ്റു 2 പ്രീമിയം ഇവിടെ പറയുന്നുണ്ടല്ലോ പ്രീമിയം 2 അപ്പൊ 600 ഇൻറ്റു 2 1200. ഓക്കെ, അതായത് റേഷ്യോ ഓഫ് 600 ഷെയർസ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിന് റേഷ്യോ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പൊ ബാങ്ക് അക്കൗണ്ട് അപ്പറ്റും ഷെയർ ക്യാപിറ്റലാണ് എന്തെങ്കിലും റേഷ്യോ ചെയ്യുമ്പോൾ വരിക. പ്രീമിയം ആകുമ്പോൾ ക്രെഡിറ്റിൽ ഒരു ഐറ്റം കൂടി കൂടുതൽ വരും, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. അവിടെ പ്രീമിയത്തിന്റെ എമൗണ്ട് കാണിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ എമൗണ്ട് കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സൈഡും ഈക്വൽ ആവണം. ഓക്കെ, ഇപ്പൊ ഇവിടെ 6000 1200 7200 തന്നെയാണ് വരിക. അതാണ് രണ്ട് സൈഡ് ഈക്വൽ ആയി പോവാം. അപ്പൊ ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ഐറ്റം വരിക എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിസർവിലേക്ക് മാറ്റുന്ന എഴുതണം. സെയിം തന്നെ ഇവിടെ എഴുതിയത് തന്നെ, അതായത് ഷെയർ കോർപ്പറേറ്റ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. ഇവിടെ ഷെയർ കോർപ്പറേറ്റിലേക്ക് 3600 രൂപയാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അതിന് റിസർവിലേക്ക് മാറ്റണം. 3600 എമൗണ്ട് വരും. ഷെയർ കോർപ്പറേറ്റ് അക്കൗണ്ട് 3600 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 3600. ഓക്കെ, ഇങ്ങനെയാണ് പ്രീമിയത്തിന്റെ കേസിൽ വരിക. ഓക്കെ, ഇനി നമുക്ക് ഫർദർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നോട്ട് എഴുതിയിട്ട് സംശയങ്ങളുള്ളത് കറക്റ്റ് ആയിട്ട് ചോദിക്കും.